Hello everyone, welcome to Kids Area Online. Class 1 Integration Day 2 exam ആണ് നാളെ. അപ്പോൾ അതിനാവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും റെഡിയാണോ? യെസ്, റെഡി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസ് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 9746487799. അതുപോലെ തന്നെ മലയാളം എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് സെപ്റ്റംബറിൽ അടുത്ത ബാച്ച് സ്റ്റാർട്ടാകുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. പ്രവർത്തനം 1, പൂവും പട്ടവും. പറയാം, എഴുതാം. പട്ടം പൂവിനോട് എന്തായിരിക്കും ചോദിക്കുക? നീ ആരാ? നീ ആരാ? അപ്പോൾ ഇലയാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ ഇല എന്താ പറയുക? നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല, ഞാൻ ഇല. നീ ആരാ? ഞാൻ ഇല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പട്ടം പൂവിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുക? നീ ആരാ? പൂവ് എന്ത് പറയും? ഞാൻ പൂവ്, ഞാൻ പൂവ്. പൂവ് പട്ടത്തോട് ചോദിക്കുകയാണ്, നീ ആരാ? പട്ടം എന്ത് പറയും? ഞാൻ പട്ടം. ഇനി പുഴുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരാ? ഞാൻ പുഴു. തേനീച്ചയോട് ചോദിച്ചാൽ നീ ആരാ? ഞാൻ തേനീച്ച. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതുമല്ലോ? എഴുതും. ഇനി പൂവിൻ്റെ കൂട്ടുകാർ ആരൊക്കെയാ? പൂവിൻ്റെ അടുത്തേക്ക് വരുന്ന പൂവിൻ്റെ കൂട്ടുകാർ ആരൊക്കെയാ? ഇതിൽ ആരൊക്കെയാ പൂവിൻ്റെ കൂട്ടുകാർ? പൂമ്പാറ്റ കൂട്ടുകാരനാണോ? അതെ, പൂമ്പാറ്റ പൂവിൻ്റെ കൂട്ടുകാരനാണ്. കോഴി അല്ല. വണ്ട്, അതെ, വണ്ട് പൂവിൻ്റെ കൂട്ടുകാരനാണ്. തേനീച്ച, തേനീച്ചയും പൂവിൻ്റെ കൂട്ടുകാരനാണ്. തുമ്പി, തുമ്പിയും പൂവിൻ്റെ കൂട്ടുകാരനാണ്. തേൻകുരുവി, അത് കണ്ടോ, ചുണ്ട് നല്ല നീളമാണ്. തേൻകുരുവി, തേൻകുരുവി പൂവിൻ്റെ കൂട്ടുകാരനല്ലേ? അതെ, തേൻകുരുവിയും പൂവിൻ്റെ കൂട്ടുകാരനാണ്. താറാവ് അല്ല, താറാവ് പൂവിൻ്റെ കൂട്ടുകാരൻ അല്ല. അപ്പം ഇങ്ങനെ പൂവിൻ്റെ കൂട്ടുകാർ ആരൊക്കെയാ? പൂമ്പാറ്റ അല്ലെങ്കിൽ ചിത്രശലഭം, വണ്ട്, തേനീച്ച, തുമ്പി, തേൻകുരുവി. മറക്കില്ലല്ലോ. 3ാമത്തെ പ്രവർത്തനം. ഇതൊരു വീടാണ്. വീട്ടിൽ വളർത്തുന്ന ജീവികളായി കാണുന്നത്. വീട്ടിൽ വളർത്തുന്ന ജീവികൾ ആരൊക്കെയുണ്ട്? പശു, പൂച്ച, കോഴി, മുയൽ, നായ. ഇതൊക്കെ വീട്ടിൽ വളർത്തുന്നുണ്ട് അല്ലേ? പശു, പൂച്ച. ഇവിടെ പൂവൻ കോഴി ആയതുകൊണ്ട് പൂവൻ കോഴി എന്ന് കൊടുത്തു. കോഴി, മുയൽ, നായ, ഇതൊക്കെ ഇവിടെ വളർത്തുന്നതാണ്, വീട്ടിൽ വളർത്തുന്ന ജീവികളാണ്. വരികൾ കൂട്ടിച്ചേർക്കൂ. കാക്കയ്ക്കുണ്ടൊരു കുപ്പായം, കറുത്ത കുപ്പായം. തത്തയ്ക്കുണ്ടൊരു കുപ്പായം. ഏത് കുപ്പായമാണ് തത്തയ്ക്ക്? പച്ചക്കുപ്പായം. പൊന്മാനുണ്ടൊരു കുപ്പായം. പൊന്മാൻ്റെ കുപ്പായത്തിൻ്റെ നിറം ഏതാ? നീലക്കുപ്പായം. കാക്കയ്ക്ക് കറുത്ത കുപ്പായം, തത്തയ്ക്ക് പച്ചക്കുപ്പായം, പൊന്മാന് നീലക്കുപ്പായം. താഴെ നൽകിയിട്ടുള്ള ചിത്രത്തിലെ പൂക്കളുടെ പേരെഴുതുക. അവയ്ക്ക് അനുയോജ്യമായ നിറവും നൽകുക. പൂക്കൾ, ഇതേത് പൂവാണ്? ചെമ്പരത്തി. നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടാവും, നിങ്ങളത് എടുത്തെഴുതിയാൽ മാത്രം മതി. ഇതേത് പൂവാ? ചെമ്പരത്തി. ഇതേത് പൂവാണ്? ജമന്തി. ചെണ്ടുമല്ലി എന്നും പറയും കേട്ടോ. ചെണ്ടുമല്ലി എന്നും ജമന്തി എന്നും പറയും. ഇതേത് പൂവാണ്? ഇത് മുല്ല. ഇത് മുല്ല. റോസ്, റോസ്. തെച്ചി, തെച്ചി. ആമ്പൽ, ആമ്പൽ. കാക്കപ്പൂവ്, കാക്കപ്പൂവ്. ഓക്കെ, ചെമ്പരത്തി, ജമന്തി, റോസ്, മുല്ല, തെച്ചി, ആമ്പൽ, കാക്കപ്പൂവ്. പൂക്കളുടെ പേര് മനസ്സിലായോ? അവയ്ക്ക് നിറം നൽകാനും അറിയാലോ. പറക്കുന്നവരെ കണ്ടെത്തി വട്ടത്തിലാക്കൂ. ഇതിൽ ആരൊക്കെയാ പറക്കുന്നത്? മുയൽ പറക്കോ? ഇല്ല. പിന്നെ അടുത്ത ആരാ പറക്കുന്നേ? പരുന്ത്. പരുന്ത് പറക്കും അല്ലേ? പരുന്ത്,
കാക്ക, കാക്ക പറക്കും. മയിൽ, മയിൽ പറക്കും. തത്ത, തത്ത പറക്കും. ആന, ആന പറക്കില്ല. ആമ, ആമയും പറക്കില്ല. കുരുവി, കുരുവി പറക്കും. പൂച്ച, പൂച്ച പറക്കില്ല. ഓക്കെ, അപ്പോൾ പറക്കുന്നവരെ കണ്ടെത്താൻ അറിയാലോ. ചിറകുള്ളവരാണ് പറക്കുക. വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ കുട്ടയിലും വരച്ച് യോജിപ്പിക്കുക. ചെമ്പരത്തി വലുതാണോ ചെറുതാണോ? വലിയ പൂവ്. മുല്ല, മുല്ലപ്പൂ ചെറുതാണോ വലുതാണോ? ചെറുത്. റോസ് വലുതാണോ ചെറുതാണോ? വലുത്. സൂര്യകാന്തി വലിയ പൂവാണോ ചെറിയ പൂവാണോ? വലുത്. തെച്ചി വലിയ പൂവാണോ ചെറിയ പൂവാണോ? ചെറുത്. താമര വലിയ പൂവാണോ ചെറുതാണോ? വലുത്. അപ്പോൾ വലിയ പൂക്കൾ, ചെറിയ പൂക്കൾ. ചോദിച്ചാൽ എഴുതുമല്ലോ. യെസ്. ഇനി മഴ വന്നു, ആട് വന്നു, ആമ വന്നു, പുഴു വന്നു. ആമ വന്നു, മഴ വന്നു, ആമ വന്നു, ആട് വന്നു, പുഴു വന്നു. മഴ വന്നു, എവിടെയാ മഴ വന്നു? മഴ വന്നു. ആമ വന്നു, എവിടെയാ ആമ? ആമ വന്നു. എഴുതാൻ ചോദിച്ചാൽ എഴുതുകയും ചെയ്യണം കേട്ടോ. ആട് വന്നു, ആട് വന്നു. പുഴു വന്നു, പുഴു വന്നു. ഓക്കെ, ചിലപ്പോൾ ചിത്രതന്ത്രി എഴുതാനായിരിക്കും ചോദിക്കുക. മഴ വന്നു, ആമ വന്നു, ആട് വന്നു, പുഴു വന്നു. തെറ്റാണ്ട് എഴുതുകയും വേണം കേട്ടോ. കിളികളെ പരിചയപ്പെടാം. ഇതാരാണ്? കാക്ക. അപ്പോൾ കാക്കയെക്കുറിച്ച് എഴുതിയേ. ഞാൻ കാക്ക. നിങ്ങളുടെ വീടിന് ചുറ്റും ഞാൻ വൃത്തിയാക്കും. കാക്ക എന്നാണ് ഞാൻ കരയുന്നത്. എല്ലാ ആഹാരവും ഞാൻ കഴിക്കും. എനിക്ക് കറുപ്പ് നിറമാണ്. ഇതിലേതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? കാക്ക. നിങ്ങളുടെ വീടിന് ചുറ്റും ഞാൻ വൃത്തിയാക്കും. ആരാ? കാക്ക. കാക്ക എന്നാണ് ഞാൻ കരയുന്നത്. അത് ഇന്നത്തെ എക്സാമിന് ചോദിച്ചു അല്ലേ? കാക്ക. എല്ലാ ആഹാരവും ഞാൻ കഴിക്കും. എനിക്ക് കറുപ്പ് നിറമാണ്. അതും ചോദിച്ചു. അതാരാ? കാക്ക. ഇനി തത്തയെക്കുറിച്ച് ഇപ്പം എന്തൊക്കെ പറയാം? ഞാൻ തത്ത. എൻ്റെ നിറം പച്ചയാണ്. എന്നാൽ ആരാണ്? തത്ത. ഞാൻ മരപ്പൊത്തുകളിലാണ് താമസിക്കുന്നത്. ആരാത്? തത്ത. നെല്ലും പയറും പഴവും എല്ലാം എനിക്കിഷ്ടമാണ്. ആർക്കാണ്? തത്ത. എൻ്റെ ചുണ്ടിന് ചുവപ്പ് നിറമാണ്. ആരുടെ? തത്ത. അപ്പോൾ ഇതിൽ ഏത് സെന്റൻസ് തന്നിട്ട് ചോദിച്ചാലും അതാരാണ്? തത്ത. ഇനി മൂങ്ങയെക്കുറിച്ച് നോക്കാം. ഞാൻ മൂങ്ങ. രാത്രിയിലാണ് ഞാൻ പുറത്തിറങ്ങുക. രാത്രിയിൽ പുറത്തിറങ്ങുന്നത് ആരാണ്? മൂങ്ങ. എനിക്ക് രാത്രി കാഴ്ചയുണ്ട്. രാത്രി കാഴ്ചയുള്ള പക്ഷി ഏതാ? മൂങ്ങ. പാമ്പും എലിയും ഒക്കെയാണ് എൻ്റെ ആഹാരം. പാമ്പും എലിയും ആരുടെ ആഹാരമാണ്? മൂങ്ങയുടേതാണ്. തവിട്ട് നിറമുള്ള എൻ്റെ തുവലിൽ വെള്ള കുത്തുകളുണ്ട്. ആരാണത്? മൂങ്ങ. അപ്പോൾ ഇതിലേതെങ്കിലും സെൻസ് ചോദിച്ചിട്ട് എഴുതാൻ പറഞ്ഞത് ആരാണ്? മൂങ്ങ. ഇതളുകൾ കുറവ്, ഇതളുകൾ കൂടുതൽ. ഇതിൽ ഇതളുകൾ കുറവ്. ഇതളുകൾ കുറവ് ആർക്കൊക്കെയാണ്? തുമ്പ, തെച്ചി, വാടാമുല്ലയ്ക്ക് ഇതളുകൾ കുറവാണോ? ഇല്ല, ഇതളുകൾ കൂടുതലാണ്. കാക്കപ്പൂവ്, മുല്ലപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ഇവർക്ക് എന്താണ്? ഇതളുകൾ കുറവ്. 1 2 3 4 5. ഇവിടെയോ 1 2 3 4 5 6. ഇവിടെയോ 1 2 3 4. ഇതിലോ 1 2. അപ്പോൾ ഇതളുകൾ കുറവ് ആർക്കൊക്കെയാണ്? തുമ്പ, തെച്ചി, കാക്കപ്പൂവ്, മുല്ലപ്പൂവ്, ചെമ്പരത്തി. ഇനി ഇതളുകൾ കൂടുതൽ ആർക്കൊക്കെയാ? വാടാമുല്ല, ജമന്തി അല്ലെങ്കിൽ ചെണ്ടുമല്ലി, റോസ, താമര, സൂര്യകാന്തി. ഇവർക്ക് എന്താണ്? ഇതളുകൾ കൂടുതലാണ്. ആർക്കൊക്കെയാ? വാടാമുല്ല, ജമന്തി, റോസ, താമര, സൂര്യകാന്തി. ഇവർക്ക് ഇതളുകൾ കൂടുതലാണ്. ഇനി ഇതിൽ വലിയ പൂക്കൾ ആരൊക്കെയാ? വലിയ പൂക്കൾ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. വലിയ പൂക്കൾ ആരൊക്കെയാ? റോസ്, ചെമ്പരത്തി, താമര, സൂര്യകാന്തി, ജമന്തി. റോസ്, ചെമ്പരത്തി, താമര, സൂര്യകാന്തി, ജമന്തി. വലിയ പൂക്കൾ. ചെറിയ പൂക്കൾ ആരൊക്കെയാ? തുമ്പ, തെച്ചി, വാടാമുല്ല, കാക്കപ്പൂവ്, മുല്ലപ്പൂവ്. അപ്പോൾ വലിയ പൂക്കളും ചെറിയ പൂക്കളും, ഇതളുകൾ കൂടുതലുള്ള പൂക്കളും ഇതളുകൾ കുറവുള്ള പൂക്കളും.
തെറ്റാണ്ട് എഴുതുമല്ലോ. ഇതിലേത് ചോദ്യം ചോദിച്ചാലും തെറ്റാണ്ട് എഴുതാൻ കഴിയുമല്ലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.